ആ പിന്നെ വൈഷ്ണവിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. പറഞ്ഞോടോ. മഞ്ജു നന്ദിനി ഇപ്പൊ എവിടെയുണ്ട്? അവര് ഹോട്ടലിലുണ്ട്. എന്താ മാഡം? എനിക്ക് അവരെ ഒന്ന് കാണണം, വളരെ അത്യാവശ്യമാ. നിങ്ങളും ഉണ്ടാവണം കൂടെ. കാര്യം എന്താ മാഡം? കാര്യമൊക്കെ അവിടെ വന്നിട്ട് പറയാം. നിങ്ങൾ അവരെ കൂട്ടി വരൂ. കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ലടോ. എന്റെ ഭാര്യ ഒരു സാധുവാ. ധൈര്യമായിട്ട് വാ. എന്നാ ഞങ്ങൾ ചെല്ലട്ടെ. ബൈ പറ. ബൈ ബൈ ബൈ. എന്തായിരിക്കും കാര്യം? നോ ഐഡിയ. എന്തായാലും നമുക്ക് അവരെയും കൂട്ടി ഒന്ന് പോയി നോക്കാം. എന്താ മഞ്ജുവിനോടും നന്ദിനിയോടും വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല മാഡം. ഞാൻ പറയാം. വൈഷ്ണവിയുടെ കൂടെ നൃത്തം ചെയ്യേണ്ട 2 കുട്ടികളുണ്ടായിരുന്നു. നൃത്തസംഘത്തിനോടൊപ്പം അവർ പുറപ്പെട്ടതാ. വഴി വെച്ച് അവർ വന്ന വാഹനത്തിനൊരു ആക്സിഡന്റ് ഉണ്ടായി. അവർക്ക് 2 പേർക്കും ചെറിയ പരിക്കുകളും ഉണ്ട്. യാത്ര ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാമിന് എന്റെ കൂടെ നൃത്തം ചെയ്യാൻ ഇവിടുന്ന് 2 പേരെ സെലക്ട് ചെയ്യാന്ന് തീരുമാനിച്ചിരിക്കുക. നൃത്തം അറിയുന്നവരായാ മതി. പ്രാക്ടീസ് ഞാൻ കൊടുത്തോളാം. ആളുകളെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങളെ 2 പേരെയും കുറിച്ചാണ് ആദ്യം ചിന്തയിൽ വന്നത്. സുമംഗലി പൂജയില് വിജയികളായി നിൽക്കുന്നവരല്ലേ? ഇങ്ങനെ 2 പേരും നൃത്തം പഠിച്ചിട്ടുണ്ടോ? മഞ്ജു നൃത്തം പഠിച്ചിട്ടുണ്ട് സർ. പിന്നെ പോലീസിലായതുകൊണ്ട് തുടർന്ന് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അതിനെന്താ, പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടോ മഞ്ജുവിന്? ഇതിപ്പോ കോൺഫിഡൻസിന്റെ പ്രശ്നമല്ലല്ലോ മാഡം. ഇത്രയും പ്രശസ്തമായ മാഡത്തിന്റെ കൂടെ ഒരു സ്റ്റേജിൽ ഒന്നിച്ചു നിൽക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ഭാഗ്യം വേറെയുണ്ടോ? മാഡം കാണിച്ചു തന്നാ മതി. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ പഠിച്ചോളാം. നന്ദിനിയുടെ കാര്യം എങ്ങനെയാ? നന്ദിനി, താൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അതെന്താടോ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? സ്വന്തം ഭാര്യ നൃത്തം പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തനിക്കൊരു ധാരണയില്ലേ? അല്ല, അതെന്താന്ന് വെച്ചാ ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. സോറി മാഡം, എനിക്ക് നൃത്തമൊന്നും അറിയില്ല. അത് കഷ്ടമായല്ലോ. നന്ദിനിക്ക് കൂടെ അല്പസ്വല്പം നൃത്തം അറിയായിരുന്നെങ്കിൽ നിങ്ങൾ 2 പേരും എന്റെ കൂടെ ചേരുന്നത് ദേവിയുടെ നിയോഗമായനെ. എന്ത് ചെയ്യാനാ മാഡം, നിയോഗം ഇല്ലാതായിപ്പോയി. ഇനിയിപ്പം എന്താ വേണ്ട പ്രശ്നേ? എന്ത് ചെയ്യാനാ? മഞ്ജു ഒരാളുണ്ടല്ലോ. ക്ഷേത്ര കമ്മിറ്റിക്കാരോട് പറഞ്ഞ് നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പ്രസിഡന്റിനോട് തന്നെ പറയാം. ഇപ്പോ മഞ്ജുവിന്റെ കാര്യം ഓക്കെ. ഇനി ഒരാളെ കൂടെ അറേഞ്ച് ചെയ്ത് നോക്കട്ടെ. ഞങ്ങൾ വിളിക്കാം. ശരി, വാ. മഞ്ജുന്റെ വലിയ ആഗ്രഹമായിരുന്നു വൈഷ്ണവി ദേവി ഒന്ന് അടുത്ത് കാണണമെന്ന്. ഇപ്പൊ ഇതാ കൂടെ ഒന്ന് നൃത്തം ചെയ്യാനുള്ള ഭാഗ്യവും കിട്ടി. അത് നിസ്സാര ഭാഗ്യമല്ല കേട്ടോ. പക്ഷേ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഭാഗ്യം ഇരട്ടിച്ചാനെ. എന്ത് ചെയ്യാൻ പറ്റും? പെൺകുട്ടികളായാലേ ചെറുപ്പം മുതലേ കുറച്ച് കലാബോധമൊക്കെ കാണിക്കണ്ടേ? ആൺകുട്ടികൾക്കും കലാബോധമൊക്കെ ആവാം. കള്ളുകൂടിയല്ലാതെ സാറിന്റെ കല എന്താ ഒന്ന് കേക്കട്ടെ. എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നേ? ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം എന്താണെന്നറിയോ? വളരെ ചെറിയ വാക്കുകളിൽ ഈ കൊത്താനുള്ള കൊത്ത് മുഴുവൻ കൊത്തി തീർക്കും. അതിവരുടെ ഒരു പൊതു സ്വഭാവമാണ്. എന്നാലും നന്ദിനി നൃത്തം പഠിച്ചിരുന്നെങ്കിലേ ഇത് വിലമതിക്കാനാവാത്തൊരു ചാൻസ് ആയേനെ.